بسم الله الرحمن الرحيم. اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1357 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിനായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 69 ആയത്തുകളുള്ള സൂറത്തുൽ അൻകബൂത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ ഇതിനകം പഠന വിധേയമാക്കി കഴിയുകയുണ്ടായി. പിന്നിട്ട ഭാഗത്ത് മക്കയിലെ ഈ സൂറത്തിന്റെ അവതരണ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അദ്ദേഹത്തെ പിന്തുടരാൻ സന്നദ്ധരായി രംഗത്ത് വന്ന ആദ്യകാല സത്യവിശ്വാസികൾ ഇവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്ന അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം പകരുകയും ശക്തി പകരുകയും ഒക്കെ ചെയ്യുന്ന ഒരു താല്പര്യം കൂടി ഈ സൂറത്തിനുള്ളതായിട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മക്കയിലെ നിഷേധികളെ താക്കീത് ചെയ്യുന്ന, അവർക്ക് ചരിത്രത്തിൽ നിന്ന് ചില ഗുണപാഠങ്ങൾ ലഭ്യമാകട്ടെ എന്ന വിധത്തില് ചരിത്ര സംഭവങ്ങളെ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമായ ഒരു കാര്യമാണ് ഈ സൂറത്ത് നിർവഹിക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്ന ആദ്യകാല വിശ്വാസികൾക്ക് കരുത്തും ധൈര്യവും ഒക്കെ പകർന്നു കൊടുക്കുക എന്നൊരു താല്പര്യം കൂടി ഈ സൂറത്തില് അടങ്ങിയിട്ടുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോ വിവിധ സമൂഹങ്ങളുടെ അവരെ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരിതപൂർണമായ ദൈവിക നടപടിയെ പരാമർശിച്ചതിന് ശേഷം അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും ഔലിയ ആയിട്ട് സംരക്ഷകരും രക്ഷാകർതൃത്വമുള്ളവരും ഒക്കെയായിട്ട് കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുക വഴി എത്ര വലിയ മൗഢ്യമാണ്, എത്ര വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വെളിപ്പെടുത്തുന്ന ഒരു ഉപമ. അവര് ചിലന്തിയെ പോലെയാണ്, വല നെയ്തുണ്ടാക്കി വീടുണ്ടാക്കി കഴിയുന്ന ചിലന്തിയെ പോലെയാണ്. എന്നാൽ അവരുണ്ടാക്കിയിരിക്കുന്ന വീട് എത്ര ദുർബലമാണ് എന്നതിനെ കുറിച്ച് വേണ്ട ബോധമില്ലാതെ അതാണ് ഏറ്റവും സുരക്ഷിതമായ ഭവനം എന്ന് കരുതി കഴിയുന്ന ചിലന്തിയെ പോലെയാണ് അവര് എന്നതാണ് അല്ലാഹു വ്യക്തമാക്കുകയുണ്ടായത്. ഈ ആളുകള് അല്ലാഹുവിനെ പകരം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയോ ശക്തികളെയോ ഒക്കെ തന്നെ അല്ലാഹുവിനെ നന്നായിട്ട് അറിയാം. അവര് എന്തിന് മാത്രം കരുത്തുള്ളവരാണ് എന്ന സംഗതി അല്ലാഹുവിനെ നന്നായിട്ട് അറിയാം എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ഉപമകളൊക്കെ അല്ലാഹു വിവരിക്കുന്നത്
ജനങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ശാസ്ത്രബോധവും അതുപോലെ ജ്ഞാനത്വരയും വിജ്ഞാന ആഭിമുഖ്യവും ഉള്ളവരല്ലാതെ ഇത് വേണ്ട വിധത്തില് മനസ്സിലാക്കുന്നില്ല എന്നുകൂടി അള്ളാഹു പറയുകയുണ്ടായി. ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത് സത്യാധിഷ്ഠിതമാണ്. അതിൽ വൈരുദ്ധ്യങ്ങളൊന്നും കാണാൻ കഴിയില്ല, അബദ്ധങ്ങളും കാണാൻ കഴിയില്ല. സ്വദേശപരമായി കൃത്യമായ അടിത്തറയിൽ യുക്തിഭദ്രമായ വിധത്തിലാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. ഇതിൽ ഓരോന്നും വളരെ പേർപ്പസ്ഫുൾ ആയിട്ട് ഉദ്ദേശപൂർവമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയും വളരെ കൃത്യമായ ആസൂത്രണത്തോടെ, കൃത്യമായ ലക്ഷ്യത്തോടെ, ഉദ്ദേശപൂർവം, ആകസ്മികമല്ല, ഉദ്ദേശപൂർവം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ എത്രയോ അസംഖ്യം പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റുമായിട്ടുണ്ട്. ഇവക്ക് ഓരോന്നിനും തന്നെ ദൈവികമായി കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടതും അതിലൂടെ ചില ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ളതുമാണ് എന്നത് അത് നിരീക്ഷിക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. ഏത് പ്രതിഭാസം, പ്രപഞ്ചത്തിലെ ഏത് സംഗതിയാണ് അതിനു വേണ്ടി പരിശോധിക്കുന്നതെങ്കിലും ഓരോന്നിനും ഉദ്ദേശിക്കപ്പെട്ട ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് അതിന് രൂപകൽപ്പന നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇതാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സത്യാധിഷ്ഠിതമായിട്ടാണ്, ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചതിന്റെ താല്പര്യം. അപ്പോ ഇതിന്റെ പുറകില് കൃത്യമായ ആസൂത്രണം നിർവഹിച്ചിട്ടുള്ള ഒരു ആസൂത്രകനുണ്ട്. അവന് അവയിൽ ഓരോന്നിനെയും കൃത്യമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നത് വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ, വിലയിരുത്താൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ പുറകില് പ്രവർത്തിച്ച ദൈവിക ശക്തിയെ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അവർക്കത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് സമീപകാലത്താണ് ഇന്റർനെറ്റ് പോലെയുള്ള സാധ്യതകൾ മനുഷ്യന് തെളിഞ്ഞു വന്നിട്ടുള്ളതും അത് പ്രയോജനപ്പെടുത്തി തുടങ്ങുന്നതും ഒക്കെ. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നിർവഹിക്കപ്പെട്ട് സഹസ്രാബ്ദങ്ങൾ തന്നെ പിന്നിട്ടതിന് ശേഷം മനുഷ്യൻ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സാധ്യതയാണല്ലോ ഇന്റർനെറ്റ്. അപ്പോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു സാധ്യതക്ക് ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു ഒരു പ്രൊവിഷൻ ചെയ്തു വെച്ചിരുന്നു എന്നതാണല്ലോ അത് വെളിപ്പെടുത്തുന്നത്. ഇതിനെ മോഡിഫൈ ചെയ്ത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ടല്ല മനുഷ്യൻ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നേരത്തെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ തുടക്കം മുതലേ ഉള്ള ചില സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ അത് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്റർനെറ്റിന്റെ കാര്യം മാത്രമല്ല, വൈദ്യുതിയുടെ കാര്യത്തില്, ടെലിഫോണിന്റെ കാര്യത്തില്, അതുപോലെ ആഴക്കടലിലൂടെ ഉള്ള സഞ്ചാരത്തിന്റെ കാര്യത്തില്, ബഹിരാകാശത്ത് മനുഷ്യന് എത്താൻ നടത്തിയ പ്രയത്നങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ ഒരു പ്രതിഭാസം പ്രവർത്തനക്ഷമമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളാരും ആകാശങ്ങളിലോ ഭൂമിയിലോ എന്തെങ്കിലും മാറ്റം വരുത്തി അതിന്റെ നിർമ്മാണത്തിൽ, അതിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും കൂട്ടലോ കുറവോ വരുത്തിക്കൊണ്ടല്ല ഇത്തരം സാധ്യതകളെ നമുക്ക് കണ്ടെത്താനോ പ്രയോജനപ്പെടുത്താനോ സാധിച്ചിട്ടുള്ളത്. മറിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തപ്പെട്ട ആ ആദ്യകാലത്ത് തന്നെ ഇവിടെയുള്ള സംവിധാനങ്ങളെ മനുഷ്യന്റെ നാഗരിക വളർച്ചയുടെ സമാന്തരമായിട്ട്, അതിന് നാഗരിക വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അത്തരം സാധ്യതകളെ കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നതാണ്. അപ്പോ വളരെ വിസ്മയകരമായ വിധത്തിൽ മനുഷ്യ ജനസംഖ്യ വളർന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്കൊക്കെ വ്യാപിച്ച് വരുന്ന ഘട്ടത്തില് മനുഷ്യന് ആവശ്യമായി വരുന്ന പല സംഗതികളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ സംവിധാനത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് പടച്ചതമ്പുരാനാണ്. ഇത്
തിരിച്ചറിയാൻ മനുഷ്യന് ഇത് കാണാനുള്ള ഒരു നോക്കിക്കാണാനുള്ള ഒരു വൈജ്ഞാനികമായ ത്വര, അല്ലെങ്കിൽ കാര്യങ്ങളെ ശാസ്ത്രീയമായി ഉൾക്കൊള്ളാനുള്ള ഒരു പ്രവണത, അതിനുള്ള സന്നദ്ധത, ഇതൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുറകിലുള്ള കൃത്യമായ ആസൂത്രണം മനസ്സിലാവും. തീർച്ചയായിട്ടും ആ ആസൂത്രണത്തെ തിരിച്ചറിയുന്നവര് ആ ആസൂത്രകന്റെ മികവും മനസ്സിലാക്കും എന്നതാണ് വസ്തുത. ഇതാണ് അള്ളാഹുവിന്റെ ആയാത്തുകൾ എന്ന് പറയുന്ന കാര്യം. അള്ളാഹു പ്രപഞ്ചത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പ്രതിഭാസങ്ങളാണ് ഇതൊക്കെയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാഥമികമായ ശ്രോതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ മുഴുവൻ സത്യവിശ്വാസികൾക്കുമുള്ള ഒരു നിർദ്ദേശവും മാർഗദർശനവും ഒക്കെയായിട്ട് ചില കാര്യങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്. അള്ളാഹു നൽകുന്ന നിർദ്ദേശം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വിധത്തിലാണ് അതിന്റെ ഘടനയും ശൈലിയും. ഉത്ലു മാ ഊഹിയ ഇലൈക, താങ്കൾക്ക് നാം വെളിപ്പാടായി അവതരിപ്പിച്ച് തന്നിരിക്കുന്നതിനെ താങ്കൾ പാരായണം ചെയ്യുക. ഉത്ലു എന്ന് പറഞ്ഞാൽ തിലാവത്ത് ചെയ്യുക. തിലാവത്തുൽ ഖുർആൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ഖുർആന്റെ പാരായണം മാത്രമല്ല, അത് ജീവിതത്തിൽ പിന്തുടരുക എന്നുകൂടി ആ പദത്തില് ഒരാശയം അടങ്ങിയിട്ടുണ്ട്. തലായത്തുലു എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യുക എന്നുകൂടി അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇവിടെ വെളിപ്പാടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അത് പാരായണം ചെയ്യുകയും അതില് ഒരു വിടവും വരാതെ ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യുക എന്നൊരാശയമാണ് ഇവിടെ ഉത്ലുമ ഊഹിയ ഇലൈക എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത്. കാരണം തലായത്തുലു, തിലാവത്ത് എന്നൊക്കെ പറയുന്ന പദത്തിന് ഈ അടിസ്ഥാന പദം നൽകുന്ന സൂചന പാരായണം ചെയ്യുക എന്നതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ പിന്തുടരുക എന്നുകൂടി അർത്ഥമുണ്ടായിരുന്നു. ഉത്ലു മാ ഊഹിയ ഇലൈക, താങ്കൾക്ക് വെളിപ്പാടായി നൽകപ്പെട്ടിരിക്കുന്നതിനെ താങ്കൾ പാരായണം ചെയ്യുക, അത് പിന്തുടരുക. മിനൽ കിതാബ്, ദൈവിക വേദഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വെളിപ്പാടുകൾ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ വെളിപ്പാടുകളെ താങ്കൾ പിന്തുടരുക, പാരായണം ചെയ്യുക. വ അഖിമി സ്വലാത്ത, താങ്കൾ നമസ്കാരം നടപ്പിലാക്കുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായിട്ടും നമസ്കാരം, സ്വലാത്ത്, അത് മ്ലേച്ഛ വൃത്തിയിൽ നിന്നും തിന്മയിൽ നിന്നും തടയുന്നതാണ്. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഏറെ മഹത്തരമായ കാര്യം. വല ദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങളുടെ ചെയ്തികളൊക്കെയും നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഇതൊക്കെയും അള്ളാഹു അറിയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. വളരെ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, തിലാവത്ത് ചെയ്യണം. അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വെളിപ്പാടുകള് വേദഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് താങ്കൾക്കായിട്ട് ഇറക്കി തന്നിട്ടുള്ള ഈ വെളിപ്പാടുകളെ താങ്കൾ പാരായണം ചെയ്യണം, അത് ജീവിതത്തിൽ പിന്തുടരണം. അപ്പൊ ദൈവിക വെളിപ്പാട് മനുഷ്യനുള്ള മാർഗദർശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിന്റെ പ്രാഥമികമായിട്ട് അത് ഏറ്റുവാങ്ങിയിരിക്കുന്ന ആള്. തുടർന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമായിട്ടുള്ള മാർഗദർശനമായിട്ടാണ് അത് നിലകൊള്ളുന്നത്. അത് പാരായണം ചെയ്യുകയും അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യം. അപ്പൊ ഒന്നാമത്തത് വായിക്കാനാണ്, പാരായണം ചെയ്യാനാണ്, വിലയിരുത്തി ഉൾക്കൊള്ളാനാണ് ഇവിടെ നിർദ്ദേശം.
അള്ളാഹുവിന്റെ ആയാത്തുകളാണ് ഈ വെളിപ്പാടുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഈ പ്രപഞ്ചമാകുന്ന മഹാ പുസ്തകം അല്ലെങ്കിൽ മഹാഗ്രന്ഥം, അതിലും ദൈവിക ദൃഷ്ടാന്തങ്ങൾ, ദൈവികമായ ആയാത്തുകളാണുള്ളത്. നമുക്ക് വായിച്ചെടുക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന അതിവിസ്തൃതിയുള്ള ഈ ദൈവിക ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിടെ പറയുന്നത് ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ ഭാഗമായി താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന, താങ്കൾക്ക് വെളിപ്പാടായി നൽകപ്പെട്ടിരിക്കുന്നതിനെ താങ്കൾ പാരായണം ചെയ്ത് ഉൾക്കൊണ്ട് പിന്തുടരണം. ഇതാണ് നിർദ്ദേശം. അപ്പോ ബാഹ്യമായിട്ട്, ദൈവികമായിട്ട് പകർന്നു നൽകപ്പെടുന്ന മാർഗദർശനം അത് പാരായണം ചെയ്യുകയും പിന്തുടരുകയും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം ഇത് മാനത്ത് നോക്കി നിന്നത് കൊണ്ട് മനുഷ്യന് സ്വയമേ കിട്ടുന്ന ഒരു കാര്യമല്ല. മാനത്ത് അവന്റെ കണ്ണുകൾ പതിയുന്ന എല്ലാം തന്നെ ഈ ദൈവിക വെളിപ്പാടിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവന് സഹായകമാവും. വലിയ സംശയമൊന്നുമില്ല. പ്രപഞ്ചത്തിലുള്ള എന്തും മനുഷ്യന് ദൈവികമായി പകർന്നു നൽകപ്പെട്ട മാർഗദർശനത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന സംഗതികൾ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രാഥമികമായിട്ട് മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മം ഇത് വായിച്ചു ഉൾക്കൊള്ളുക എന്നതാണ്. അതിനാണ് മനുഷ്യന് അള്ളാഹു ബുദ്ധിയും കഴിവുകളും ഒക്കെ നൽകിയിട്ടുള്ളത്. 5 ഇന്ദ്രിയങ്ങളും, ഈ ഇന്ദ്രിയങ്ങളിലൂടെ അവൻ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്ന അതിഗംഭീരമായ ഒരു ദൈക്ഷണിക സാധ്യതയും ബുദ്ധിപരമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു മെന്റൽ പ്രോസസ്സിങ്ങിന് വിധേയമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിച്ചറിയുന്നതും രുചിച്ചറിയുന്നതും ഒക്കെയായ സകല സംഗതികളും, തൊട്ടറിയുന്നതും ഒക്കെയായ സകല സംഗതികളും നമ്മൾ മനസ്സിലേക്ക് നൽകുകയാണ്. നമ്മുടെ മനസ്സിൽ അത് പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതലത്തിൽ തൊടുമ്പോൾ അത് നമുക്ക് പരുഷതയുള്ള പ്രതലമാണ്, മിനുത്ത പ്രതലമാണ്, അല്ലെങ്കിൽ ഒരു സംഗതി നമ്മൾ സ്പർശിച്ചു നോക്കുമ്പോൾ അത് വളരെ സോഫ്റ്റ്നെസ് ഉള്ളതാണ്, അല്ലെങ്കിൽ വളരെ പരുപരുത്തതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വിധത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻ മനസ്സിൽ പ്രോസസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതേപോലെ യാഥാർത്ഥ്യാന്വേഷണത്തിന്, സത്യാന്വേഷണത്തിന് മനുഷ്യന് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവന്റെ ചുറ്റുപാടും അള്ളാഹു വിന്യസിച്ച് വെച്ചിട്ടുണ്ട്. അവയെ കാണുകയും അവയെ മനസ്സിലാക്കുകയും ചെയ്യുക വഴി അവൻ യഥാർത്ഥത്തിൽ മനസ്സിൽ പ്രോസസ് ചെയ്യുന്നത് എന്താണ് ജീവിത യാഥാർത്ഥ്യം എന്നത് കണ്ടെത്താനുള്ള ഒരു കാര്യമാണ്. അപ്പോ അടിസ്ഥാനപരമായി ഈ വായിക്കാനുള്ള സന്നദ്ധത, പ്രത്യേകിച്ച് സൂറത്തുൽ അലഖിന്റെ തുടക്കത്തിൽ അള്ളാഹു മനുഷ്യനായി ആദ്യം നൽകപ്പെട്ട നിർദ്ദേശം ഉണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന്. സൂറത്തുൽ അലഖിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി നൽകപ്പെട്ട വെളിപ്പാട്, ആ വെളിപ്പാടിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് മറ്റൊരു രൂപത്തില് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്. എന്നിട്ട് പിന്നെ പറയുന്നത് അതിന്റെ അടുത്ത പടിയായിട്ടുള്ള ഒരു കർമ്മമാണ്. വഅഖിമിസ് സ്വലാത്ത, എന്നിട്ട് നമസ്കാരം, സ്വലാത്ത് നടപ്പിലാക്കുക, സ്വലാത്ത് നിർവഹിക്കുക. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നടപ്പിലാക്കാനാണ് ഇവിടെ പറയുന്നത്. ഇഖാമത്തു സ്വലാത്ത് എന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് തന്നെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത്. മക്കയിലെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് എന്നത് നമ്മൾ മറന്നുകൂടാ. നമസ്കാരം നിർവഹിക്കാനും അത് ഒരു സുശക്തമായ സാമൂഹ്യ സംവിധാനമാക്കി നിലനിർത്താനും ഒക്കെയുള്ള നിർദ്ദേശമാണത്. അഖ്മിസ് സ്വലാത്ത, നമസ്കാരം നടപ്പിലാക്കുക. എന്തിനു വേണ്ടിയാണ്? ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയാത്തുകൾ വായിക്കാൻ. അത് വായിച്ച ഒരാള് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ പിന്നെ അടുത്ത പടി ആ ആയത്തുകളിലൂടെ അവന് ബോധ്യപ്പെട്ട റബ്ബുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെട്ട ഒരാള് പിന്നെ
അടുത്ത പടിയായിട്ട് ചെയ്യേണ്ടത് ആ അള്ളാഹുവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സംവിധാനം നടപ്പിലാക്കുക എന്നതാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിന്ന് കൈകെട്ടിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫത്റസ് സമാവാതി വൽ അർള് എന്നൊക്കെ ആരോടാ നമ്മൾ പറയുന്നത്? പടച്ച തമ്പുരാനോടാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുന്നത് ആരോടാണ്? അള്ളാഹുവിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം സത്യം ചെയ്ത് പറയുന്നത്. അപ്പോ അള്ളാഹുവുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് നമസ്കാരം എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സാമൂഹ്യമായി കൂടി നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഓരോരുത്തരും വ്യക്തിപരമായി അത് നിർവഹിക്കുന്ന പോലെ തന്നെ സമൂഹം എന്ന നിലക്ക് അവര് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഏറ്റുപറയുന്ന അവനുമായി മുനാജാത്ത് നടത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണിത്. അപ്പോ രണ്ടാമത്തെ ഒരു സംഗതിയായിട്ട്, ഒന്നാമത്തത് അള്ളാഹുവിന്റെ ആയാത്തുകളെ വായിച്ചു ഉൾക്കൊള്ളുക എന്നതാണെങ്കിൽ, രണ്ടാമത്തത് ആ ആയാത്തുകളിലൂടെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ശേഷം അവനുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നതാണ്. അതാണ് നമസ്കാരം. വാഖിമിസ്വലാത്ത. അപ്പൊ നമസ്കാരത്തിന്റെ ചൈതന്യം വിസ്മരിച്ചു പോകുന്ന ആളുകൾ ഈ എന്താണ് നമസ്കാരം എന്നത് ഇടക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ ഉൾപ്പെടെ ആരും അതിന് വെളിയിലല്ല. അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിന്ന് കൈ കെട്ടിയിട്ട് തന്റെ മുന്നിൽ അള്ളാഹു ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ പോലും ഇല്ലാതെ എന്തൊക്കെയോ ഉരുവിട്ടുകൊണ്ട് ചില ശരീര ചേഷ്ടകളിൽ ഏർപ്പെട്ട് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലൊക്കെ പലപ്പോഴും നമസ്കാരം മാറിപ്പോകുന്നുണ്ടാകും. നമ്മളുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ നിരന്തരം ഇത് ഓർത്തുകൊണ്ടിരിക്കണം. നമസ്കാരം എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവനെ ബോധ്യപ്പെട്ട് അറിഞ്ഞ് ഉൾക്കൊണ്ട ശേഷം അവനോട് നമ്മൾ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു ആശയവിനിമയമാണ്. നമുക്ക് അവനുമായുള്ള ആശയവിനിമയം മുറിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ നിലനിൽപ്പ് തന്നെ അവനുമായി ഈ നെറ്റ്വർക്ക് പ്രവർത്തനക്ഷമമാണ് എന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ അവന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നുപോയി, അതിൽ നിന്ന് നമ്മൾ തടയപ്പെട്ട് കഴിഞ്ഞു എന്നൊരവസ്ഥ വരും. അള്ളാഹുമായി നിരന്തരമായി നിർവഹിക്കപ്പെടുന്ന ഈ കമ്മ്യൂണിക്കേഷൻ, അതാണ് നമസ്കാരം. അത് അവന്റെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്ന് പലതും ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമസ്കാരം എത്ര ഫലശൂന്യാണെന്നുള്ളത് നമ്മൾ വേറെ പറയേണ്ടതുണ്ടോ? അപ്പോ കൃത്യമായിട്ടും അത് ഉൾക്കൊള്ളുന്ന അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന സ്വലാത്ത, നിശ്ചയമായിട്ടും നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാ, മ്ലേച്ഛ വൃത്തികളിൽ നിന്ന് തടയുന്നു. അതുപോലെ വൽമുങ്കർ, വെറുക്കപ്പെട്ട അല്ലെങ്കിൽ അപരിചിതത്വമുള്ള തിന്മകളിൽ നിന്ന്, നാട്ടിലെല്ലാവരും അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത വിധത്തിലുള്ള തിന്മകൾക്കാണ് മുങ്കർ എന്ന് പറയാം. അപ്പൊ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല മോഷണം, പരദൂഷണം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ത് തിന്മയും. ഇതൊക്കെ അംഗീകരിക്കപ്പെടായിക എന്ന ഒരു സ്വഭാവം അതിനുണ്ട്. കാരണം ആളുകള് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളിലൂടെ അവന്റെ സംസ്കാരത്തിന്റെ മേന്മയായിട്ട് കണ്ടെത്തി മനസ്സിലാക്കി പിന്തുടരുന്ന ചില നന്മകൾ സ്ഥാപിതമായതാണ്. അതേപോലെ വെറുക്കപ്പെടുന്ന ചില തിന്മകളും സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇതൊക്കെ തന്നെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ്. ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുമ്പ് വന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യങ്ങളിലൂടെയും സ്ഥാപിതമായ ഒരുപാട് നന്മകളുണ്ട്. തിന്മയാണ് എന്ന വിധത്തിൽ അവരുടെ അധ്യാപനങ്ങളിലൂടെ ജനങ്ങൾ അംഗീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജാരവൃത്തി, വേശ്യാവൃത്തി, അങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെ തിന്മയാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്നവർ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ ആവേശത്തില് അത് വലിയ കുഴപ്പമാണ്, തെറ്റാണ്, തിന്മയാണ് എന്നൊക്കെയുള്ള നിലക്ക് സംസാരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സമൂഹത്തില് ഈ പ്രവാചകന്മാരുടെ പൈതൃകങ്ങളുടെ ഭാഗമായിട്ട് സ്ഥാപിതമായ നന്മകളുണ്ട്.
തിന്മയാണ് എന്ന വിധത്തിൽ സ്ഥാപിതമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഈ തിന്മകളിൽ നിന്ന്, ഫാഹിഷത്തിൽ നിന്ന്, മ്ലേച്ഛവൃത്തിയിൽ നിന്ന്, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മ്ലേച്ഛവൃത്തിയാണ് പ്രാഥമികമായിട്ട് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ബാക്കി തിന്മകളൊക്കെയും തന്നെ സൂചിപ്പിക്കപ്പെടുന്നത് മുൻകർ എന്ന പദം മുഖേനയാണ്. അപ്പോ അള്ളാഹുവിടെ പറയുന്നത് നമസ്കാരം നടപ്പിലാക്കുക, നിശ്ചയമായിട്ടും നമസ്കാരം മ്ലേച്ഛവൃത്തിയിൽ നിന്നും തിന്മകളിൽ നിന്നും തടയുന്നതാണ്. അതാണ് നമസ്കാരം. അപ്പോ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തില് നമസ്കാരം ഫലവത്താണോ അല്ലേ, നമ്മുടെ നമസ്കാരം ഫലപ്രദമാവുന്നുണ്ടോ ഇല്ലേ എന്നതൊക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ ഒരു ഹദീസില് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. യഖ്റഊനൽ ഖുർആന, അവര് ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇവിടെ രണ്ട് കാര്യമാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ പാരായണം ചെയ്യലും സ്വലാത്ത് നിർവഹിക്കലും. അപ്പൊ അവര് ഖുർആൻ പാരായണം ചെയ്യുന്നു. വലാ യജാവസു ഹനാജിറഹും, അവരുടെ തൊണ്ടക്കുഴിന്റെ അപ്പുറത്തേക്ക് അവരുടെ പാരായണം പോകുന്നില്ല. അവര് ഖുർആൻ വായിക്കുന്നുണ്ട്, പക്ഷെ അത് വായനയുടെ ആ വാക്കുകൾ ഉരുവിടുന്ന ആ അവയവങ്ങൾ ഉണ്ടല്ലോ, ശരീരാവയവങ്ങൾ, ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്നാണ് അതിന് പറയാൻ. അങ്ങനെയുള്ള സംസാരത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തപ്പെടുന്ന ശരീരാവയവങ്ങൾ, ആ അവയവങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ വായന പോകുന്നില്ല. അതുപോലെ യംറഖൂന മിനദ്ദീനി മുറൂഖ സഹമി മിനർ റമിയ, ഇങ്ങനെ ഒരു ഹദീസാണ്. അതായത് അവര് ദീനിൽ നിന്ന് ഒരു അമ്പെയ്ത്തുകാരന്റെ സംവിധാനത്തിൽ നിന്ന് അമ്പെയ്യപ്പെടുമ്പോ അത് തെറിച്ചു പോകുന്നത് പോലെ അവര് ദീനിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. ഖുർആൻ വായിക്കുന്നുണ്ട്, പക്ഷെ ഖുർആൻ തൊണ്ടക്കുഴിയിലേക്ക് പോലും എത്തുന്നില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടക്കുന്നേ ഇല്ല. തൊലിപ്പുറമെ എന്തൊക്കെയോ ഉരുവിട്ടുകൊണ്ട് പോകുന്ന ഒരു തലത്തിൽ മാത്രമേ നമ്മളുള്ളൂ. ഖുർആന്റെ ആശയം ഉൾക്കൊള്ളാതെ അവര് യാതൊരു പ്രയോജനവും നേടാതെ ഖുർആൻ വായിക്കുന്ന ആളുകൾ എന്ന ഒരു പരാമർശം ഒരു ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണല്ലോ, മാ ആമന ബിൽ ഖുർആനി മൻ ഇസ്തഹല്ല മഹാരിമഹു എന്നാണ്. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഖുർആനില് പരാമർശിക്കപ്പെട്ട ചില മഹാരിമുകൾ, ചില നിഷിദ്ധങ്ങള് അനുവദനീയമാണ് എന്ന വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആനിൽ വിശ്വസിച്ചിട്ടേയില്ല. ഇതാണ് ഒരു ഹദീസിൽ വ്യക്തമാക്കപ്പെടുന്നത്. ഖുർആൻ ഹറാമായി നിശ്ചയിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ജീവിതത്തിൽ ഹലാലാണ് എന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തില് ആ ഖുർആനിൽ വിശ്വസിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഖുർആൻ വിലക്കിയ കാര്യങ്ങളുണ്ടല്ലോ, മുസ്ലിം സമൂഹത്തിൽ പലരും ആ വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് ആ ഖുർആനിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല, അത് അവരെ സംസ്കരിക്കുന്നതിന് യാതൊരു വിധത്തിലും ഫലം ചെയ്തിട്ടില്ല എന്നതാണ്. ഇനി മറ്റൊരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ്, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായ സാക്ഷ്യമാകും, തെളിവാകും, അതുപോലെ നിനക്ക് എതിരിലുള്ള തെളിവുമാകും. രണ്ട് സാധ്യതയുണ്ട്. ഖുർആൻ വായിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് എന്നും ഗുണാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഖുർആൻ നിങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യമാവാം, തെളിവാകാം. അതേപോലെ തന്നെ ഖുർആൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്തുടരാതിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവർക്കെതിരായ തെളിവുമായിട്ട് ഖുർആൻ മാറാം എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പൊ മക്കയിലെ പ്രതിസന്ധിയും പ്രാതികൂല്യവും നിറഞ്ഞ സാഹചര്യത്തില് ജാഹിലിയത്തിന്റെ എല്ലാവിധ ഫാഹിഷത്തുകളിൽ നിന്നും മുൻകറുകളിൽ നിന്നും എങ്ങനെ മുക്തി നേടിക്കൊണ്ട് തസ്കിയത്ത് നേടിയ മുസ്ലിം ആവാം എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ജാഹിലിയ സമൂഹവുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഘട്ടമാണല്ലോ മക്കയിലുള്ളത്. ആ ഘട്ടത്തില് വിശ്വാസികളിൽ പലരും തന്നെ ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്.
അവര് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിന് വിധേയമാവുകയാണ്. അവരിൽ ഇപ്പോഴും പല വിധത്തിലുള്ള ഫാഹിഷത്തും മുൻകറും ഒക്കെ ജാഹിലിയത്തിന്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്നുണ്ടാകും. അള്ളാഹുവിടെ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക, ഇതാണ് ഈ ഫാഹിഷത്തിൽ നിന്നും മുൻകറിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാനുള്ള മാർഗം. കാരണം നമസ്കാരം എന്ത് ചെയ്യും? നിങ്ങളെ ഫാഹിഷത്തിൽ നിന്നും മുൻകറിൽ നിന്നും തടയും. അതുകൊണ്ട് മ്ലേച്ഛതകളും തിന്മകളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മനനം ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ആ ഖുർആൻ പാരായണത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അള്ളാഹുവുമായി ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമസ്കാരം നടപ്പിലാക്കുക എന്നതുമാണ്. അതിലൂടെ നിങ്ങൾ ധാർമ്മികമായിട്ട് ഉയർച്ചയുള്ളവരായി മാറും. നിങ്ങളുടെ സമകാലികരായ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നൊക്കെ വളരെ ഔന്നത്യം നേടുന്നവരായിട്ട് നിങ്ങൾ മാറും. ഇതാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, മല്ലം തൻഹിഹി സ്വലാത്തുഹു അനിൽ ഫഹ്ശാ വൽ മുൻകർ ഫലാ സ്വലാത്ത ലഹു. ആരെയെങ്കിലും നമസ്കാരം മ്ലേച്ഛ വൃത്തിയിൽ നിന്നും തിന്മകളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ, അവന്റെ നമസ്കാരം അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ഒരാളാണ് ഞാന് എന്നൊരു കാര്യം എന്നെ മദ്യപാനത്തിൽ നിന്ന് തടയുന്നില്ല, വ്യഭിചാരത്തിൽ നിന്ന് തടയുന്നില്ല, പരദൂഷണത്തിൽ നിന്ന് തടയുന്നില്ല എങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അങ്ങനെ ഒരാൾക്ക് നമസ്കാരം തന്നെ ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മ്ലേച്ഛ വൃത്തിയിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നത് നിസ്കാരം ആവണില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. മല്ലം തൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാ, മ്ലേച്ഛ വൃത്തിയിൽ നിന്ന് ഒരാളെ അയാളുടെ നമസ്കാരം തടയുന്നില്ലെങ്കിൽ, അതുപോലെ മുൻകറിൽ നിന്നും തടയുന്നില്ലെങ്കിൽ, ലം യസിദ് ബിഹാ മിനല്ലാഹി ഇല്ലാ ബുഅദ, അള്ളാഹുവുമായിട്ട് അവൻ അകൽച്ചയല്ലാതെ യാതൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് ആ ഹദീസ് പറയുന്നത്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ തിന്മകളിൽ നിന്ന് അത് അയാളെ തടഞ്ഞു നിർത്തുന്നില്ല എങ്കിൽ അത്തരം നമസ്കാരത്തിലൂടെ അയാള് അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ച മാത്രമാണ് നേടിയിട്ടുള്ളത് എന്നാണ് ആ ഹദീസ് വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ പറയുന്നത്, ലാ സ്വലാത്ത ലിമൻ ലം യുതിഇ സ്വലാത്ത്, നമസ്കാരത്തെ അനുസരിക്കാത്തവന് നമസ്കാരം തന്നെ ഇല്ല. നമസ്കാരത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വതഅതു സ്വലാത്ത് അൻ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തഅതു സ്വലാത്ത്, നമസ്കാരത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മ്ലേച്ഛ വൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തുക, സ്വയം അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ്. അപ്പൊ ഒരാളുടെ നമസ്കാരം അയാളെ ഫാഹിഷത്തിൽ നിന്നും മുൻകറിൽ നിന്നും അകറ്റി നിർത്തുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല, അയാൾ ആ നമസ്കാരത്തെ അനുസരിച്ചിട്ടില്ല എന്നാണ്. ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, നമസ്കാരം സ്വീകാര്യമായോ ഇല്ലേ എന്നറിയാൻ ഒരു എളുപ്പ വഴിയുള്ളത് ഇങ്ങനെയാണ്. അത് നമ്മളെ നീചവൃത്തികളിൽ നിന്ന്, മ്ലേച്ഛ വൃത്തികളിൽ നിന്ന്, തിന്മയിൽ നിന്ന് തടയുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ നമസ്കാരം ശരിയായതാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ മതി. നമസ്കരിക്കുന്ന ഒരാളായിരിക്കെ തന്നെ നമ്മൾ ഫാഹിഷത്തും മുൻകറും ഒക്കെ ചെയ്യുന്നവരായിട്ട് തന്നെയാണ് ഉള്ളതെങ്കിൽ നമ്മുടെ നമസ്കാരം ഒട്ടും ഫലപ്രദമല്ല എന്നാണ് അർത്ഥം. ഇനി നമസ്കരിക്കുന്ന ആളായിരിക്കെ നീചവൃത്തികളിലേക്ക് നമുക്കൊരു തൂക്കം വരുമ്പോ നമ്മളെ അത് തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ നമസ്കാരം ഫലപ്രദമാവുന്നുണ്ട് എന്നാണ്. ഈ നിലയ്ക്ക് നമ്മുടെ നമസ്കാരത്തെ നമുക്ക് വിലയിരുത്താം എന്നാണ് ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ തുടർന്ന് അള്ളാഹു പറയുന്നത്, വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഏറ്റവും മഹോന്നതമായിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണം അള്ളാഹുവിനുള്ള ദിക്റാണ്. നമസ്കാരം തന്നെ ഇപ്പോ സൂറത്ത് ത്വാഹയിൽ നമുക്കിങ്ങനെ കാണാം, വാഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിർവഹിക്കുക എന്ന്. ഖുർആൻ പാരായണത്തിന്റെ ഖുർആന്റെ വേറൊരു പേര് ദിക്ർ എന്നാണ്.
സ്മരണ, അള്ളാഹുവിനെ സ്മരിക്കൽ എന്നാണ് അതിന്റെ മറ്റൊരു പേര് തന്നെ. അപ്പോ നമസ്കാരത്തിന്റെ മിക്കവാറും അട്ടറൻസസ് ഒക്കെ അതിൽ നമ്മൾ ഉരുവിടുന്ന കാര്യങ്ങൾ മിക്കതും വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് നമസ്കാരത്തിന്റെ താല്പര്യം. ഖുർആൻ പാരായണത്തിന്റെ താല്പര്യവും അള്ളാഹുവെ സ്മരിക്കുക എന്നുള്ളതാണ്. ഇവ രണ്ടിലൂടെയും കൈവരിക്കേണ്ട ലക്ഷ്യം എന്താണ്? വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ സ്മരിക്കുന്നവനാകുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉന്നതമായ കാര്യം. അപ്പോ നമസ്കാരത്തിൽ അള്ളാഹുവിനെ സ്മരിക്കാതെ നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം നിർവഹിക്കുന്നു, അള്ളാഹുവിനെ യാതൊരു വിധത്തിലും സ്മരിക്കുന്നില്ല എങ്കിൽ അത് ഫലശൂന്യമായ പാരായണവും ഫലശൂന്യമായ നിസ്കാരവുമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സമുന്നതമായ കാര്യം. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് നാവുകൊണ്ട് ഉച്ചരിക്കലോ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ സ്മരണ നമ്മിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ലക്ഷണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് തൃപ്തിയുള്ളതാകുമോ അല്ലയോ, അക്കാര്യത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി എന്താണ് എന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്തെങ്കിലും ചെയ്യണം എന്ന് വെക്കുമ്പോ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് വെക്കുമ്പോ അത് അള്ളാഹുവിന് അത് തൃപ്തിയാകുമോ ഇല്ലയോ എന്നത് നോക്കുന്ന ഒരു മാനസിക ഘടനയിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് അത് നൽകുന്ന സൂചന. വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മഹോന്നതമായിരിക്കുന്ന കാര്യം. വലദിക്റുല്ലാഹി അക്ബർ. ദൈവസ്മരണ ഇതിലുമൊക്കെ എത്രയോ മഹത്തരമായ കാര്യമാണ്. അപ്പോ നമസ്കാരം നിർവഹിക്കുമ്പോഴും ഖുർആൻ തിലാവത്ത് ചെയ്യുമ്പോഴും മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ അള്ളാഹുവിനുള്ള ദിക്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് നാവുകൊണ്ട് ഉച്ചരിക്കുന്നതാവാം, നാവുകൊണ്ട് ഉച്ചരിക്കാത്ത മനസ്സിൽ അനുഭവിക്കുന്നതാവാം. അങ്ങനെ ഒരാള് പരിവർത്തിതമാകുമ്പോൾ അയാള് അങ്ങേയറ്റത്തെ സുരക്ഷിതത്വത്തില് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, അദ്കാറുകളുടെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ഹിസ്നുൽ മുസ്ലിം എന്നാണ്. മുസ്ലിമിന്റെ സുരക്ഷാ കോട്ട എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിമിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു കോട്ടയാണ് ദിക്റുകൾ എന്ന് പറഞ്ഞ. ദിക്റുകൾ നമുക്കുള്ള ഒരു സംരക്ഷണ കവചമാണ്. അത് നാവുകൊണ്ട് ഉച്ചരിക്കുന്നതായാലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നതായാലും അള്ളാഹുവിനെ ഓർക്കുന്നവരാവുക ഏത് കാര്യത്തിലും എന്നത് അത് നമ്മളെ സംസ്കരിച്ചെടുക്കും, നമ്മളെ സുരക്ഷിതരാക്കും, നമ്മളെ ധാർമ്മിക ബോധമുള്ളവരാക്കി, നമ്മളെ തസ്കിയത്ത് നേടിയവരാക്കി മാറ്റും. വലദിക്റുല്ലാഹി അക്ബർ. വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇനി കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് തന്നെ ചെയ്യുന്നുവെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധം. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു. നമ്മുടെ ഓരോ സൂക്ഷ്മമായ ചലനവും, മനസ്സിന്റെ ഹൃദയത്തിന്റെ പിടച്ചിലും തുടിപ്പും പോലും അള്ളാഹു അറിയുന്നുണ്ട്. മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തോന്നല് പോലും അള്ളാഹു അറിയുന്നുണ്ട് എന്നൊരു ബോധം നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, നമുക്ക് ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അത് നൽകുന്ന സുരക്ഷിതത്വം വളരെ വലിയതാണ്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങൾ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട് എന്നുകൂടിയാണ് അള്ളാഹുവിടെ വിശ്വാസികളെ കേൾപ്പിക്കുന്നത്. അപ്പോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മുസ്ലിം സമൂഹത്തെ ആ ഘട്ടത്തില് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ആയാത്തുകൾ വായിക്കുക, അവനുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന നമസ്കാരം നിർവഹിക്കുക, നമസ്കാരം അള്ളാഹുവിനുള്ള ദിക്റാക്കി മാറ്റുക, അള്ളാഹുവിനെ ദിക്റ് ചെയ്യുക എന്നത് ഒരു ജീവിത ശൈലി തന്നെയാക്കി കൊണ്ടു നടക്കുക. അള്ളാഹു നിങ്ങളെ ഓരോ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക. ഇതാണ് അവർക്കായി നൽകപ്പെടുന്ന നിർദ്ദേശം. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല
സാഹചര്യങ്ങളും ഉണ്ട്. എല്ലാവർക്കും അറിയാതെ പലതും നമ്മളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ് എന്നതും നമ്മൾ കാണാതിരുന്നൂടാ. യഥാർത്ഥത്തിൽ ഒരുതരം കലക്കവെള്ളത്തില് മീൻ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാടുമായിട്ട് നിലനിൽക്കുന്നത്. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യം ചികഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അത് സമാധാന ഘട്ടത്തിലായാലും യുദ്ധഘട്ടത്തിലായാലും. ഏറ്റുമുട്ടലും യുദ്ധവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം മരിക്കുന്നത്, ആദ്യം കുഴിച്ചു മൂടപ്പെടുന്നത് സത്യമാണ് എന്നൊരു പഴമൊഴിയുണ്ട്. മനസ്സിലാക്കാൻ വലിയ പാഠം അതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാറി വരുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളെ സത്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിധത്തില് ഖുർആന്റെ മാർഗദർശനം ഉൾക്കൊള്ളുന്നവരായി നമ്മളൊക്കെ മാറണം. അള്ളാഹു നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.